ആഭ്യന്തരമന്ത്രിയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിരവധി വീടുകളിൽ മോഷണശ്രമം. മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഗൃഹനാഥന് പരിക്കേറ്റു. ഹരിപ്പാട് പിലാപ്പുഴ തട്ടക്കാട് വീട്ടിൽ ആർ സതീഷ് കുമാറിനാണ് തലയ്ക്ക് മുറിവേറ്റത്. ഇന്ന് പുലർച്ചെ 3:30യോടെയായിരുന്നു സംഭവം. സമീപത്തു തന്നെയുള്ള നിരവധി വീടുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. ഹരിപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. ആഭ്യന്തരമന്ത്രിയുടെ ഹരിപ്പാട് മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ നിരവധി വീടുകളിൽ മോഷണശ്രമം നടന്നത്. മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഒരു ഗൃഹനാഥന് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. സുധീഷ്, ഹരിപ്പാട് മേഖല കേന്ദ്രീകരിച്ച് നിരവധി വീടുകളിലാണല്ലോ മോഷണശ്രമം ഉണ്ടായത്. ഈ സംഘത്തെ തടയാൻ ശ്രമിച്ച ഒരു ഗൃഹനാഥന് സാരമായ പരിക്കേൽക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? ഇത് ഒരു സംഘം തന്നെയാണ് വിവിധ വീടുകളിൽ കയറിയത് എന്നുള്ള നിഗമനത്തിലാണോ പോലീസ് എത്തിയിരിക്കുന്നത്? രോഹിണി, ഒരേ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇത്തരത്തിൽ വിവിധ വീടുകളിൽ കയറിയത് എന്ന നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. കാരണം തൊട്ടടുത്തടുത്തുള്ള ഒരേ പ്രദേശത്ത് തന്നെയുള്ള വീടുകളിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. ഇതിൽ ഒരു വീട്ടിൽ കടന്ന കള്ളൻ മൊബൈലിന്റെ വെളിച്ചം തെളിച്ചതോടെയാണ് ഗൃഹനാഥൻ ഉണർന്നത്. അത് കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഗൃഹനാഥന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്റ്റിച്ച് അടക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഈ സതീഷ് കുമാർ എന്ന പിലാപ്പുഴ സ്വദേശിയുടെ വീട്ടിൽ അടുക്കളവാതിൽ പൊളിച്ച് കള്ളൻ അകത്ത് കടന്നത്. അതിനെ തുടർന്ന് മോഷണം ശ്രമം നടക്കുന്നതിനിടെയാണ് ഗൃഹനാഥൻ ഉണർന്നതും ഈ മോഷ്ടാവിനെ പിന്തുടർന്നതും. അതിനുശേഷം ഓടി പുറത്തേക്ക് പോയ ഇയാൾ റെയിൽവേ ക്രോസിന്റെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നതാണ് ഗൃഹനാഥൻ പറയുന്നത്. ഈ സമയം ഗൃഹനാഥന്റെ മക്കളും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്തു തന്നെയായാലും മോഷണം നടന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. സമാന രീതിയിൽ അടുക്കളവാതിലിനെയും മറ്റും കുത്തി തുറന്നാണ് മറ്റു വീടുകളിലും മോഷണ ശ്രമം നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു മോഷണശ്രമം നടന്നത്. ഏതാനും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ തങ്കമ്മ എന്ന വയോധികയെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൽ കൊലയാളിയെ പിടികൂടാൻ സാധിച്ചുവെങ്കിൽ പോലും ഹരിപ്പാട് ഇത്തരത്തിൽ മോഷണങ്ങൾ ഏറി വരുന്നു എന്നത് ജനങ്ങളെ ആകെ ആശങ്കയിലാക്കുന്നുമുണ്ട്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.